ഹലോ ഗൈസ്, മല്ലൂസ് കപ്പിളിലെ ജയശ്രീസിക്കാണ് കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന ഒരു അവിയലുമായിട്ടാണ്. അവിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കഷ്ണമൊന്നും അവിയൽ ചേർക്കുന്നില്ല. രണ്ട് മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, ഒരു പച്ചക്കായ കട്ട് ചെയ്തത്, ഒരു മാങ്ങയുടെ പകുതി എടുത്ത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, അതിനകത്ത് നമ്മൾ 3 പച്ചമുളക് കീറി വെക്കുക. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ ജീരകം ചേർക്കുന്നില്ല. ജീരകം ചേർക്കാത്ത എന്താന്ന് വെച്ചാല്, നമ്മൾ ഇതിനകത്ത് ഉണക്കച്ചെമ്മീൻ വറുത്തിടുന്നുണ്ട്. ഉണക്കച്ചെമ്മീൻ ഇത് കഴുകി വരി ഞങ്ങൾ വറുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഞാൻ എങ്ങനെയാണ് പാകം ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഈ പച്ചമുളകും ഈ മുരിങ്ങയ്ക്കായും കൂടെ ചെറിയ സിമ്മിൽ നമ്മൾ വേവിച്ചെടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന വേപ്പില, 1 സ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇതിലിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളിങ്ങനെ ചെറിയ സിമ്മിൽ വേവിക്കുക. ഇതിപ്പോ അവിയൽ വേകാനായിട്ട് ഞാൻ അടുപ്പിലേക്ക് വെക്കുകയാണ്. ചെറിയ സിമ്മിലിട്ട് കൊടുക്കാം നമുക്ക്. അപ്പൊ ചെറിയ സിമ്മിലിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അവിയലിന് വേണ്ടിയുള്ള തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെറിയ ജാറിലേക്ക് ഇടുകയാണ്. കുറച്ച് തേങ്ങ മതി, കുറച്ച് അവിയലല്ലേ ഉള്ളൂ. അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും ചെറുള്ളിയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് നേരത്തെ ഞാൻ മഞ്ഞപ്പൊടി ഒരു ശകലം ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു ശകലം മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാവും. ഒരുപാട് അരയണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി. ചെയ്യാം. തേങ്ങ ഞാൻ ഒന്ന് മിക്സ് ഒന്ന് ചതച്ച്, ചെറിയ ചതവ് മതി, ചതച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേഗം വെച്ചതിനകത്തോട്ട് നമുക്ക് ഈ അരപ്പും കൂടെ ഇട്ട് വേവിച്ച് നമുക്ക് അവിയൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ അവിയൽ കഷ്ണമൊക്കെ നമ്മുടെ വെള്ളമെല്ലാം പറ്റി കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങായും കൂടെ അതിലോട്ട് ഇടാം. നമ്മുടെ അവിയൽ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് മാങ്ങ എല്ലാം വെന്ത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അവിയലിന്റെ അരപ്പും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. ഇത് 2 മിനിറ്റ് ഒന്ന് അടച്ചിരിക്കട്ടെ. എന്നിട്ട് അരപ്പൊന്ന് വേകാനായിട്ടാണ് നമ്മളിത് അടച്ചു വെക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇടികല്ലിലിട്ടൊന്ന് പൊടിച്ച് നമ്മൾ അതിനകത്ത് ഇങ്ങനെ വിതറും. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇടികല്ലിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് വേണം നമുക്ക് ഈ അവിയലിനകത്തൊന്ന് വിതറാനായിട്ട്. അപ്പൊ നമ്മുടെ അവിയൽ നല്ല വെന്ത് നല്ല പാകമായിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഈ പൊടിച്ച ചെമ്മി വാരി ഇങ്ങോട്ട് വിതറിയിടുകയാണ്. അതിനകത്തോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന വേപ്പിലയും ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ തൂയാണ് കേട്ടോ. ആ ചെമ്മീനൊക്കെ ഇട്ടപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. മണം കേൾക്കുമ്പോൾ തന്നെ നല്ല കൊതി വരുന്നുണ്ട് അവിയൽ തിന്നാനായിട്ട്. അങ്ങനെ നമ്മുടെ അവിയൽ വെന്തിട്ടുണ്ട്. അടപ്പ് തുറന്ന് നോക്കാം. അവിയൽ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കണ്ടോ. ഉണക്ക കൊഞ്ചൊക്കെ പൊടിച്ചിട്ടത് കൊണ്ട് നല്ലൊരു മണം വരുന്നുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. എല്ലാവർക്കും എൻ്റെ അവിയൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം,
കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.